നമസ്കാരം ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് ഉൾപ്പെടെ SIയുടെ ക്രൂരമർദ്ദനം. ആരോപണം മരട് SI സെബാസ്റ്റ്യനെതിരെ. കഞ്ചാവുണ്ടോ എന്ന് ചോദിച്ച് മർദ്ദനം. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം. പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയ ബിഷപ്പുമാരെ സജി ചെറിയാൻ അവഹേളിച്ചെന്ന് KCBC. കേക്കും മുന്തിരിവാറ്റും ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടാക്കിയെന്ന പ്രസ്താവന അപക്വം. എന്ത് പ്രഹസനമാണ് സജിയെന്ന് KCBCയെ പിന്തുണച്ച് V മുരളീധരൻ. സകല അരമനയും കയറി നിരങ്ങുന്ന സജി ചെറിയാൻ അത് ആക്ഷേപിക്കുമ്പോൾ തോന്നുന്നത് ഒരു സിനിമാ ഡയലോഗാണ്. എന്ത് പ്രഹസനമാണ് സജി. ജാതി സെൻസസിനെതിരെ വീണ്ടും NSS. പിന്നിൽ പ്രീണന നയമെന്ന വിമർശനം. സംവരണം ഉപേക്ഷിക്കണമെന്ന ആവശ്യം. പ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഗണേഷ് കുമാർ ആന്റണി രാജു തർക്കം അനാവശ്യമെന്ന് LDF. ഇപ്പോൾ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് വിലയിരുത്തൽ. ഇരുവരും കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല. മതിലിന്റെ അപ്പുറത്തോട്ട് ചാടാൻ പോയപ്പോ പൈപ്പിന്റെ സാധനം വെച്ച് കാലിട്ട് അടിച്ച് വീണപ്പോ കാല് മടങ്ങിയിരുന്നു. കൊച്ചിയിൽ 10 വയസ്സുകാരന്റെ കാൽ അടിച്ചൊടിച്ചു. മർദ്ദനം കളിക്കിടെ പന്തെടുക്കാൻ പോയപ്പോൾ. ഗൗരവമായ വിഷയമെന്ന് ബാലാവകാശ കമ്മീഷൻ. ആലപ്പുഴയിലും കുട്ടിക്ക് നേരെ ക്രൂരത. തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ പ്രതികൾക്ക് പോലീസ് സഹായം. അന്വേഷണ സംഘം പിന്തുടരുന്ന വിവരം ചോർത്തി നൽകി. പ്രതികൾക്ക് രക്ഷപ്പെടാൻ ബന്ധുവായ ഉദ്യോഗസ്ഥൻ സഹായം ചെയ്തു. CI കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. നടപടി വേണമെന്ന ആവശ്യം. മതപഠനത്തിന് മുസ്ലിം കുട്ടികൾക്ക് വിമുഖതയെന്ന് സമസ്ത. മദ്രസകളിൽ വൻ കൊഴിഞ്ഞുപോക്ക്. കണക്കുകൾ നിരത്തി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. പഠനത്തിൽ പൊളിച്ചെടുത്ത് വേണമെന്ന ആവശ്യം. Bright morning of the New Year's Day made brighter by a majestic liftoff. PSLV C-58 carrying India's X-ray polarimetric satellite towards its destination. പുതുവത്സരത്തിൽ ISROയുടെ കുതിപ്പ്. എക്സ്പോസർ വിക്ഷേപണം വിജയം. ദൗത്യം 5 വർഷം നീളും. PSLVയുടെ 60ാം വിക്ഷേപണം. എല്ലാ ലേഡീസ് ബാൻഡ് പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുന്നവരുണ്ടാകാം, ഇല്ലാത്തവരും ഉണ്ടാകാം. എന്തായാലും ഹെൽത്തി ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം. ഇതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതിനായി ഞങ്ങൾ തരുന്നു ചെറിയ ചെറിയ ടിപ്പുകൾ. പുതുവർഷ ദിനത്തിൽ നിങ്ങൾക്കായി ഒരു ഫിറ്റ്നസ് മന്ത്ര. ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി ചേരുന്നത് പൂർണിമ വിശ്വനാഥനാണ്. കൊച്ചിയിലെ സ്വാഗ് ഫിറ്റ്നസ് സ്റ്റുഡിയോ ഫൗണ്ടറാണ് പൂർണിമ. സ്വാഗതം പൂർണിമ ലേഡീസ് ബാൻഡിലേക്ക്. താങ്ക് യു പൂർണിമ. ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഈ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കാറ് ഫിറ്റ്നസിനായിരിക്കും. മനസ്സിൽ അന്ന് അല്ലെങ്കിൽ തലേദിവസമെങ്കിലും ഒന്ന് വിചാരിക്കും, ഇനിയെങ്കിലും ഒന്ന് നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം, ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കണം, വ്യായാമം കൃത്യമായി ചെയ്യണം എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെയും ഓരോ വർഷത്തിന്റെയും അവസാനം തീരുമാനമെടുക്കുന്നതായിരിക്കും. പക്ഷെ എത്രത്തോളം നടപ്പിലാകും എന്നുള്ളത് പിന്നത്തെ കാര്യം. എങ്ങനെയാണ് പൂർണിമയുടെ ഒരു റെസൊല്യൂഷൻ എന്താണ്? പ്രത്യേകിച്ച് ഫിറ്റ്നസ് രംഗത്ത് നിൽക്കുന്ന ആളാണല്ലോ. എങ്ങനെയാണ് പുതുവർഷത്തെ നോക്കുന്നത്? എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ ടു എവ്രിബഡി. ഫിറ്റ്നസ് മന്ത്ര എനിക്ക് എല്ലാ വർഷവും ഒരേപോലെ തന്നെയാണ് എന്നുള്ളത്. ഒരു ഗോൾ ഉണ്ടാവും എനിക്ക്. എൻ്റെ പേഴ്സണൽ കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു ഗോൾ ഉണ്ടാവും. അതിലേക്ക് എത്താനുള്ള ഒരു മന്ത്രമായിരിക്കും ഞാൻ ഉണ്ടാക്കുക. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതായിരിക്കും. ഞാൻ ഇതുവരെയും അത് തീരുമാനിച്ചിട്ടില്ല. ഉടൻ തന്നെ തീരുമാനിക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഫിറ്റ്നസ്സിലേക്ക് വരുന്ന ആൾക്കാർ, സ്വാഗിലേക്ക് വരുന്ന ആൾക്കാരിൽ കാണുന്ന ഒട്ടുമിക്ക
ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുക, ഇനിയെങ്കിലും ഈ വർഷത്തിൽ ഞാൻ എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് പേര് വരുന്നത്. അതിന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഞാൻ എന്താണ് ഇപ്പോൾ ഫ്രീ ആണ്, എനിക്ക് ഒരുപാട് സമയമുണ്ട്, ഞാൻ എല്ലാ ഫിറ്റ്നസ് ആക്ടിവിറ്റീസും ചെയ്യാൻ റെഡിയാണ്, എനിക്കൊരു 3 മാസം സമയമുണ്ട് എന്നാണ് അവർ ഒരു ടൈം ലിമിറ്റാണ് അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അവരോട് പറയാൻ ദാറ്റ് ഇങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെക്കരുത്. കാരണം ഇതൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ചെയ്താൽ മാത്രമാണ് അതിനൊരു ഗുണം ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഇപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്, എല്ലാവരും ഒരു ഫിറ്റ്നസ് മന്ത്രമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റി എല്ലാ ദിവസവും നമ്മുടെ ബോഡി മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതായിരിക്കണം എല്ലാവരുടെയും എപ്പോഴത്തെയും ഒരു ഫിറ്റ്നസ് ബേസിസിലുള്ള ഒരു ഫിറ്റ്നസ് മന്ത്ര ഫോർ എനി ന്യൂ സ്റ്റാർട്ട്. ഒരു റെസൊല്യൂഷനായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമായിട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ബോഡിക്ക് ഒരു ആക്ടിവിറ്റി, നമ്മൾ മൂവ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും എന്നുള്ളതായിരിക്കണം എല്ലാവരുടെയും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ചെയ്യും എന്നുള്ളതായിരിക്കണം എല്ലാവരുടെയും മന്ത്ര എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത് വളരെ ഡിഫിക്കൽട്ടായ കാര്യമാണ്. ബിക്കോസ് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള പല കാര്യങ്ങൾ, നമുക്ക് ജോലിക്ക് പോകേണ്ട കാര്യങ്ങൾ, നമുക്ക് വീട്ടിലെ പല കാര്യങ്ങൾ, നമ്മുടെ ഒരുപാട് ആൾക്കാരെ നോക്കേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ പല പല പ്രയോറിറ്റീസ് നമ്മൾ വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് മാറി ഇതിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഇതും കൂടെ ഉൾപ്പെടുത്താനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഒരു ചാലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഓൺലൈനിൽ ലോഗിൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാലും നമ്മൾ ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കണം. ആ ഒരു മന്ത്ര ആണ് എനിക്ക് എല്ലാവരിൽ എത്തിക്കാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഗിൽ നമുക്ക് ഒരുപാട് എല്ലാ ദിവസവും ഒരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ ഏത് ദിവസവും നിങ്ങൾ വന്നാലും നിങ്ങൾക്കൊരു ആക്ടിവിറ്റി സ്വാഗിലുണ്ടാവും. സോ ആ ഒരു വിഷനിലേക്കാണ് ഞാൻ എല്ലാവരെയും എത്തിക്കാൻ താല്പര്യപ്പെടുന്നത്. സോ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരു വർക്കൗട്ട് ചെയ്യുക, എല്ലാ ദിവസവും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതായിരിക്കണം ഒരു ഫിറ്റ്നസ് മന്ത്ര. അതാണ് എനിക്ക് എല്ലാവരോടും ഒരു മന്ത്ര ഒരു ടിപ്പായിട്ട് പറയാനുള്ളത്. ശരി പൂർണ്ണിമ, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കും ഒരു ഫിറ്റ്നസ് നമുക്ക് കൃത്യമായി ചെയ്യണം, അല്ലെങ്കിൽ ഒരു സമയം കൃത്യമായി നമുക്ക് അതിന് വേണമെന്നൊക്കെ പറയുമ്പോഴും വില്ലനാകുന്നത് എപ്പോഴും സമയം തന്നെയാണ്. ഒരു ദിവസം എല്ലാവർക്കും 24 മണിക്കൂറേ കിട്ടുന്നുള്ളൂ എന്ന് പറയുമ്പോഴും നമുക്ക് പല സമയത്തും ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഓക്കെ ആകില്ല അതിലേക്ക് വരാൻ. അത് പ്രധാനമാണ് എന്നൊരു കാര്യത്തിലേക്ക് കൃത്യമായി എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ബോധവൽക്കരണമൊക്കെ അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കൃത്യമായി പറഞ്ഞ് ധരിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരാറുണ്ടോ? ഇത് കൃത്യമായി ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ക്ലാസ്സും കൂടി വേണ്ടി വരുമോ അവിടെ? അങ്ങനെ ഒരു ക്ലാസ് അല്ല, അതൊരു ചെയ്യും തോറും അവർ മനസ്സിലാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞങ്ങൾ സ്വാഗിൽ നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഫിറ്റ്നസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഫിറ്റ്നസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പലതരം ഏജ് ഗ്രൂപ്പിലും പലതരം പ്രായക്കാർ, പലതരം ജോലിയിലുള്ളവർ, റിട്ടയർഡ് ആയവർ, അങ്ങനെ എല്ലാവരും ഒരു ഫ്ലോറിൽ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ജീവിത ശൈലികളും അവരുടെ കഥകളും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് അവർക്ക് സ്വാഗിൽ വരുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഒരാൾക്ക് മറ്റൊരാൾ മോട്ടിവേഷനായിട്ടും അവരുടെ കഥകൾ ഒരു ഇൻസ്പിറേഷനായിട്ടും മാറാറുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ജോലിയാണോ, അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊരു ഡോക്ടറാണ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതിന് സമയം കണ്ടെത്താൻ സാധിക്കുന്നു? നിങ്ങൾക്ക് ഇത്രയും ചെറിയ കുട്ടിയുണ്ടോ, നിങ്ങൾക്ക് എങ്ങനെ സമയം കണ്ടെത്താൻ സാധിക്കുന്നു? അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ സംസാരിച്ച് മനസ്സിലാക്കുന്നത്. പിന്നെ അതല്ലാണ്ട് നമ്മൾ ഓഫ് കോഴ്സ് സംസാരിക്കുന്നുണ്ട്. അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ദാറ്റ് നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, നിങ്ങൾ വന്നാൽ മാത്രം മതി, ഷോ അപ്പ്. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇസ് ടേക്കൺ കെയർ ഓഫ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്ലാൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ. ഇപ്പോൾ ബാലൻസ്ഡ് ലൈഫ്, വർക്ക് ലൈഫ് ബാലൻസ് എന്ന് നമ്മൾ വർക്കിൽ ജോയിൻ ചെയ്യുമ്പോൾ
ഓഫീസിൽ നമുക്ക് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ബിക്കോസ് ഇപ്പോൾ ഫിറ്റ്നസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കൺസിഡർ ചെയ്തില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്തിനു ഫിറ്റ്നസ് ചെയ്യണം, ഇപ്പം എനിക്കൊരു അസുഖമില്ല, അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ചെയ്യണം, ഇപ്പം എൻ്റെ വെയിറ്റ് കൂടുതലല്ല, അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ചെയ്യണം, ഇങ്ങനത്തെ പല ചിന്തകളാണ് നമ്മൾ മാറ്റിവെക്കേണ്ടത്. ഫിറ്റ്നസ് ഏതൊരു കാലത്തും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന പോലെ പല്ല് തേക്കുന്ന പോലെ തന്നെ ഒരു ഭാഗമാണ് ഫിറ്റ്നസ്. നമ്മൾ ഒരിക്കലും അത് മാറ്റി വെക്കരുത്. ഒരു കല്യാണം വരുന്നുണ്ട്, ഓക്കെ എനിക്ക് കുറച്ചുകൂടെ നന്നാവണം, ഈ ഡ്രസ്സ് ഇടണം, അതിനു വേണ്ടി ആവരുത് ഫിറ്റ്നസ്. ഫിറ്റ്നസ് ഷുഡ് ബി ഫോർ എവറി ഡേ ഒരു ആക്ടിവിറ്റി ആയി മാറണം. അത് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഫിറ്റ്നസ് സെന്ററിലേക്ക് വന്ന് തന്നെ ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും, നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനായി ചെയ്യുന്നത്. അത് എത്രത്തോളം പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു ട്രെയിനർ ഇല്ലെങ്കിൽ പല അബദ്ധങ്ങളും ഒക്കെ സംഭവിക്കാൻ നമുക്ക് പൊസിഷനിങ്ങിലൊക്കെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓൺലൈനായിട്ട് വരുന്ന ആളുകളെ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അവരുടെ സമയക്രമം, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ഈ പൊസിഷൻ ഒക്കെ എങ്ങനെയാണ് അത് ഓക്കെ ആക്കുന്നത്? അത് ഓൺലൈനിൽ ഇപ്പോൾ ഒരു വീഡിയോ നോക്കി ചെയ്യുന്നവർക്കാണ് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. സ്വാഗിൻ്റെ ഓൺലൈൻ സെഷൻസ് എന്ന് പറഞ്ഞാൽ ലൈവ് സെഷൻസ് ആണ്. ലൈവായിട്ട് ഒരു ട്രെയിനർ ഉണ്ടാവും. ട്രെയിനർ നിങ്ങളുടെ എല്ലാ പോസ്ചേഴ്സും നിങ്ങളുടെ എന്താ ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നോക്കി കറക്റ്റ് ചെയ്ത് നിങ്ങളോട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡൗട്ട്സ് ചോദിക്കാം. സംസാരിച്ച് ഒരു 20 പേര് അല്ലെങ്കിൽ 15 പേരും 20 പേര് വരെയാണ് മാക്സിമം ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക. സോ ദാറ്റ് എല്ലാവർക്കും തക്കതായ അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ സ്വാഗിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം സ്ലോട്ടിലാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. കൂടുതലും പുറം നാട്ടിലുള്ളവരാണ് ഇത് സൈൻ അപ്പ് ചെയ്യുന്നത്. പക്ഷേ സ്വാഗിൽ 2020 കോവിഡ് തുടങ്ങിയ കാലം തൊട്ട് ഓൺലൈനിലുള്ള ഒരുപാട് പേര് ഇപ്പോഴും ഓൺലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സക്സസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഡേ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ വർക്ക് ആണെങ്കിലും അവരുടെ ഒരു ചെറിയ കുട്ടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു അത്യാവശ്യമായ കാര്യം ഉണ്ടെങ്കിൽ അവർക്കത് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഓൺലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആൾക്കാർ തന്നെ ഓൺലൈനിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇതാണ് കൺവീനിയൻറ്റ്, ഇതാണ് കൂടുതലും ടൈം ഇഫക്റ്റീവായിട്ട്, വെച്ചാൽ ടൈം വേസ്റ്റ് ആവുന്നില്ല. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ട്രാവൽ ചെയ്ത് വന്ന് തിരിച്ചു പോയി റെഡിയായി വർക്കിന് പോകും. ഇത്രയും ഒരു ടൈം സ്ലോട്ട് അവർക്ക് കളയാനില്ല. അതുകൊണ്ട് ഞാൻ ഓൺലൈൻ ചെയ്തോളാം. സോ ഇതിൽ ഓൺലൈനിൽ അവർക്ക് ഡയറക്റ്റായിട്ട് വളരെ ഇഫക്റ്റീവായ ആൾക്കാരുണ്ട്. 2020 തൊട്ട് 24 അപ്പോൾ മാക്സിമം 4 years ആയിട്ട് അവർ ഓൺലൈനിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. വളരെ എഫക്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇഫക്റ്റീവ്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ അതിൽ സൈനപ്പ് ചെയ്യുക, രാവിലെ അതിലേക്ക് അല്ലെങ്കിൽ വൈകിട്ട് അതിലേക്ക് വന്ന് ലോഗിൻ ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. എല്ലാ ട്രെയിനേഴ്സും നിങ്ങളുടെ ഡയറ്റ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും വളരെയധികം ഇൻവോൾവ് ചെയ്ത് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അതെ, നമുക്ക് എപ്പോഴും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി അറിയാവുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുമ്പോൾ, അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ അത് കാണുമ്പോഴാണ് നമുക്കതെന്താ ആയിക്കൂടാത്ത എന്നെപ്പോഴും നമുക്ക് തോന്നാറ്. അതുകൊണ്ട് ഞാൻ ചോദിക്കണം, ഒരു ഫിറ്റ്നസ് സെൻറ്റർ നടത്തുന്ന ഒരാളെന്ന രീതിയിൽ, ഒരു ട്രെയിനർ എന്ന നിലയിൽ അത്തരത്തിൽ ഈ ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് വന്നിട്ട് ഇങ്ങനെ വ്യായാമമൊക്കെ ചെയ്തിട്ട് ജീവിതം തന്നെ മാറി മറിഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഓരോരുത്തർക്ക്. അങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ആളുകളുണ്ടോ? അത് പറയാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ്? ഒരുപാട് പേരുണ്ട്. 2019 ഓഗസ്റ്റിലാണ് ഞാൻ സ്വന്തമായിട്ടൊരു ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങിയത്. അതിന് മുമ്പ് തന്നെ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ഫിറ്റ്നസ് സെഷൻസ് ചെയ്യുമായിരുന്നു. അന്ന് തൊട്ടുള്ള ക്ലയൻസ് ആണ് എനിക്ക് 2019 സ്വന്തമായിട്ട് ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങിയപ്പോഴും അവർ വന്നത്. അവിടെ നിന്ന് ഉള്ള ഒരു ജേർണി എന്ന് പറയുന്നത് വളരെയധികം ഒരു യൂസ്ഫുൾ ആയ ഒരു ജേർണി, അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. ഒരു ലേഡി, ഷിംന എന്ന് പറഞ്ഞൊരു ലേഡി, ആ ലേഡി വളരെയധികം എഫേർട്ട് എന്ന് വെച്ചാൽ അതൊരു വളരെ സിമ്പിളായിട്ടാണ് കണ്ടത്. എല്ലാവർക്കും ഒരു എഫേർട്ട് എടുത്തിടുന്ന പോലെയല്ല. ആ ലേഡി എല്ലാ ദിവസവും സ്വാഗിലേക്ക് വന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്ത് ചിരിച്ച് സംസാരിച്ച് ആ ഒരു
ലുക്കിൽ മാത്രമല്ല ഒരു ചേഞ്ച് വന്നത്, അവരുടെ ഒരു ഫുൾ പേഴ്സ്പെക്റ്റീവിലും അവരുടെ ഒരു ആസ് എ പേഴ്സൺ ഒരു വളരെയധികം സന്തോഷവതിയായ ഒരു പേഴ്സൺ. എപ്പോഴും വളരെയധികം സന്തോഷമായിരുന്നു, എന്നാലും അവർ പറയുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായത് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ട് എല്ലാവർക്കും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ ഷിംനയെ പോലെ ആവണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഗിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരാൾ ഷിംനയാണ്. ഷിംന എല്ലാ ദിവസവും സ്വാഗിലേക്ക് വരുന്നത് മാത്രമല്ല, എല്ലാവരോടും പോയി സംസാരിക്കും. ഇന്നലെ എന്താ വരാത്തെ, നാളെ വരണം, നാളെ ഒരു വളരെ നല്ല വർക്കൗട്ടാണ്, കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇപ്പോൾ ഇങ്ങനെയും കൂടെ പോയി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്വാഗിൽ ഒരു ബിഗ് ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ആ ലേഡിയാണ്. അതെ, പക്ഷേ സമയം പോലെ മറ്റൊരു വില്ലനാണ് മടി. വലിയ മടിയുള്ള ആളുകളുണ്ടാകും, ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ മടിയാണ് എനിക്ക് എന്ന് അവർ തന്നെ പറയും. ഈ മടി മാറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് പ്രയോഗിക്കുന്നുണ്ടോ? അത് മടി മാറ്റാൻ വേണമെങ്കിൽ മാർക്കറ്റിംഗ് ആയ ടെക്നിക്സ് എന്ന് പറയാൻ എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയ ഒരു വർക്കൗട്ടാണ്, ഡിഫറെൻറ്റ് ട്രെയിനേഴ്സാണ്, ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്നൊക്കെ പറയാം. എൻഡ് ഓഫ് ദ ഡേ ഇപ്പോൾ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ, ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക് അതൊരു ഒരു പഴയ പോലെ രീതിയാവും. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ മുമ്പത്തെ ആഴ്ച ചെയ്ത പോലെ തന്നെയല്ലേ ഈ ആഴ്ച ചെയ്ത് എന്ന് തോന്നാം. പക്ഷേ നമ്മൾ കഴിവതും അതിൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിറ്റ്നസ് ഒരു റെഗുലർ ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് ഒരു വളരെയധികം എന്താ പറയുക, ഒരു സിനിമ പോലെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നുമല്ല. അത് കുറച്ച് നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്യുക തന്നെ വേണം. അപ്പം നിങ്ങൾ വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്നാൽ മാത്രം മതി. എല്ലാ ദിവസവും വരിക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ പ്രൈമറി ചോദിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഓരോ ദിവസവും ഒരാഴ്ച, ഇപ്പോൾ ഒരു മൺഡേ ഒരു പെർട്ടിക്കുലർ വർക്കൗട്ട് ആണെങ്കിൽ ട്യൂസ്ഡേ നമുക്ക് വേറൊരു വർക്കൗട്ടാണ്, വെനസ്ഡേ നമുക്ക് വേറൊരു വർക്കൗട്ടാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ജിമ്മിലും ചെയ്യുന്നത്. പക്ഷേ ഒരു ഡിഫറെൻറ്റ് പ്ലാറ്റർ ഫോമാറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് സ്വാഗ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഫ്രം എല്ലാവരുടെയും ക്ലയൻസിൻ്റെ ഒരു റിവ്യൂവിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമുക്ക് ബോറടിക്കുന്നില്ല, അല്ലെങ്കിൽ നാളെയും വരണമല്ലോ എന്നൊരു തോന്നലില്ല എന്ന് തന്നെയാണ് സ്വാഗിലുള്ള മെമ്പേഴ്സ് ഇതുവരെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതാണ് സ്വാഗിൻ്റെ ഒരു ഡിഫറൻസ്. ഫ്രം എ ജിം, ഒരു മെഷീൻ വർക്കൗട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യം അതാണ്. ഇവിടെ മെഷീൻസ് അല്ല, എക്വിപ്മെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. സെയിം വർക്കൗട്ടാണ് ജിമ്മിൽ നടക്കുന്ന അതേ എഫക്റ്റീവ്നെസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു രീതി വേറെയാണെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് സ്വാഗിലേക്ക് വരാനും. അധികം മടിയുള്ള ആൾക്കാരുടെ മടി മാറുന്നത് സ്വാഗിലുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പൂർണിമ, മടിയൊക്കെ മാറ്റി അങ്ങോട്ടേക്ക് വന്നു, വ്യായാമമൊക്കെ തുടങ്ങി, അതൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ ഭക്ഷണം അത് ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമാണ്. കാണുന്ന ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിക്കാതിരിക്കുക, നിയന്ത്രിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര പേർക്ക് പറ്റും എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ ഒരു ഭക്ഷണക്രമം കൊടുക്കുന്നത്? ഓരോരുത്തർക്കും അവരവരുടെ ശരീരാരോഗ്യ പ്രകൃതിക്കൊക്കെ അനുസരിച്ചായിരിക്കുമല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ ക്രമീകരിക്കുന്നത്? അതെ ഞങ്ങൾ ആദ്യം അവരോട് പറയുന്നൊരു കാര്യം, ഒരു മിനിമം ഒരു 3 മാസത്തേക്കെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ സൈനപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ നിങ്ങളെ ഞങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ എത്ര ദൂരം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലേക്ക് ഈ വർക്കൗട്ട് കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാവും, നിങ്ങളുടെ എഫക്റ്റീവ്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാൾ 1 മാസം കഴിയുമ്പോൾ ഈ വർക്കൗട്ട്സ് എല്ലാം അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ആ 1 മാസം കഴിയുമ്പോഴാണ് ഞങ്ങൾ പതുക്കെ അവരോട് മനസ്സിലാക്കി തുടങ്ങുന്നത് അവരെന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്. അവരോട് ഉടൻ തന്നെ നമ്മൾ പറയില്ല ഇതാണ് ഡയറ്റ് ചാർട്ട്, ഇത് ഫോളോ ചെയ്യുമെന്ന് പറയാറില്ല. അവരുടെ ഏജും അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്തിട്ട് അവരുടെ ന്യൂട്രീഷൻ ബേസിസിൽ അവർക്ക് എന്താണോ, ഞങ്ങളുടെ ട്രെയിനേഴ്സ് ആ ന്യൂട്രീഷൻ സർട്ടിഫൈ, അപ്പോൾ അവർക്ക് എന്താണോ ന്യൂട്രീഷനിൽ എന്താണ് അവർക്ക് കുറവുകളുള്ളത്, എന്ത് ന്യൂട്രീഷനാണ് അവർ ബെറ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതാണ് നമ്മൾ പറയാറ്. അല്ലാണ്ട് നമ്മൾ ചോറ് മാറ്റി ചപ്പാത്തി കഴിക്കുക അല്ലെങ്കിൽ ചിക്കൻ മാറ്റി ഫിഷ് കഴിക്കുക അങ്ങനെ ഒരു കോൺസെപ്റ്റിലല്ല നമ്മൾ ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ആക്ച്വലി പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാർബ്സിൻ്റെ ആവശ്യമുണ്ട് നിങ്ങളുടെ പ്രായത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ലെവലിന്, നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഇരുന്നുള്ള ജോലിയാണ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ജോലിയാണ്, ഇങ്ങനെ ഒരു ജോലിയുള്ള ഒരാൾക്ക് എന്താണ് ന്യൂട്രീഷൻ വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. സോ ദാറ്റ് അവർക്ക് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം
കൺട്രോൾ ചെയ്ത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ അവർക്ക് അത് കഴിക്കാൻ പറ്റും. നമ്മൾ ഒരു ടിപ്പിക്കൽ ഒരു ഡയറ്റ് ചാർട്ട് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഒരു ഡയറ്റ് ചാർട്ട് നമ്മൾ എല്ലാവർക്കും എടുത്ത് കൊടുക്കാറില്ല. അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യാറില്ല. കാരണം എല്ലാവരുടെയും, നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു ജീവിതശൈലി വ്യത്യാസമാണ്, അവരുടെ ആരോഗ്യം വ്യത്യാസമുണ്ട്. അപ്പം അതനുസരിച്ച് ന്യൂട്രീഷൻ ബേസിസിൽ അവർക്ക് എന്താണോ കുറവുകളുള്ളത് അതനുസരിച്ച് പറഞ്ഞു കൊടുക്കും ഇന്നതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. അതനുസരിച്ച് അവർക്കിഷ്ടമുള്ള ഭക്ഷണം ചെയ്യുന്നത് ഞങ്ങളോട് വന്ന് പറയും, റെക്കോർഡ് ചെയ്യും, ഇതാണ് ഞങ്ങൾ ഇന്ന് കഴിച്ചത്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഭക്ഷണം ക്രമീകരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത്. വർക്കൗട്ടിന്റെ കാര്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം ഈ ഒരു ഔഷധമായി പോലും പലരും അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ സിസ്റ്റൊക്കെ, ചെറിയ സിസ്റ്റൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ മരുന്ന് കഴിക്കുന്നതിനൊപ്പം കൃത്യമായ വ്യായാമം അത് നൽകുന്നൊരു ആശ്വാസം അത് വേറെയാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഒപ്പം അമ്മയാകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ, അത് ഒരുപാട് ചികിത്സകൾക്കൊക്കെ ശേഷവും ഇതുപോലെ കൃത്യമായ വ്യായാമവും ഈ പറഞ്ഞ പോലെ മൈൻഡും ഒക്കെ ഓക്കെ ആയി വരുമ്പോൾ അവർക്ക് അതിന് സാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടോ? അങ്ങനെ വരുന്നവരുണ്ടോ? സത്യമാണ്. PCOD PCOS എന്ന് പറഞ്ഞൊരു മാരകമായ ഒരു ഇതാണെന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ വളരെ സിമ്പിളായിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ എക്സ്പേർട്സ് പറയുന്നത്. എൻഡോക്രിനോളജിസ്റ്റ് അല്ലെങ്കിൽ ഹോർമോൺസിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യമാണ് വ്യായാമം, ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വ്യായാമം ചെയ്യാന്ന് പറഞ്ഞാൽ വ്യായാമം ചെയ്താൽ മാത്രം തന്നെ അവർക്ക് വളരെയധികം വലിയൊരു ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോൾ ദെർ വാസ് എ ലേഡി, ഒരു കോളേജിൽ നിന്ന് ജോലിയിലേക്ക് കയറിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലേഡിക്ക് PCOD ആണെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം വിഷമിച്ച് ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഞങ്ങളോട് വ്യായാമം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വളരെയധികം വണ്ണമൊന്നുമില്ല, പക്ഷേ ഒരു PCOD ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളൊരു വിഷമം. അപ്പോൾ അങ്ങനെ ഞങ്ങളോട് വന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്ത് പറഞ്ഞു ഡോക്ടർ, എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വ്യായാമം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് വന്നുകൂടാ, എല്ലാ ദിവസവും ഞങ്ങളുടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ചെയ്യൂ. ആ കുട്ടിക്കൊരു 3 അല്ലെങ്കിൽ 4 മാസം എടുത്തു ഒരു ചേഞ്ച് വരുത്താൻ. പക്ഷേ ഒരു ദിവസം ഓടി വന്ന് ഞങ്ങളൊരു ട്രെയിനറിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് PCOD മാറി എന്നുള്ളതാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്. എന്ത് മറിമായമാണ് നടന്നത് എന്നുള്ളത് അവരങ്ങോട്ട് ചോദിച്ചു. എക്സസൈസ് മാത്രം ചെയ്തിട്ടാണ് അങ്ങനൊരു വ്യത്യാസം വന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലത്തെ വളരെയധികം ആൾക്കാർ പലരും പറയാറില്ല, പക്ഷേ കുറേ ചേഞ്ചസ് വരുത്തിയ കാര്യങ്ങൾ, ഒരു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്കത്, ഞങ്ങളിലൂടെ അവർക്കതൊരു സന്തോഷമാണെങ്കിൽ വളരെയധികം ഒരു നല്ല കാര്യമാണ് എക്സസൈസിലൂടെ അവർക്ക് കിട്ടുന്നത്. എനിക്കൊന്ന് സ്വാഗിൻ്റെ ആ വീഡിയോ കാണുമ്പോഴേക്കും നമുക്ക് കാണുന്ന കുറേ കുഞ്ഞു കുട്ടികളും ഈ എക്സസൈസ് ചെയ്യുന്നതിനൊപ്പം അവരുടെ വിഷ്വലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ജിമ്മിൽ എന്താണ്, അല്ലെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യുന്നിടത്ത് എന്താണ് അവർക്ക് കാര്യം എന്ന് നമുക്കൊരു ചിന്തയുണ്ടാകാം. ഈ പ്രായവും ഈ വർക്കൗട്ടും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? എപ്പോൾ തൊട്ട് നമുക്ക് ഈ വർക്കൗട്ടൊക്കെ ചെയ്തു തുടങ്ങാം പൂർണിമ? ഏതൊരു ഏജിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞ പോലെ ഒരു ആക്ടിവിറ്റി നമ്മുടെ ബോഡിക്ക് നമ്മൾ എല്ലാ പ്രാവശ്യവും കൊടുക്കേണ്ട ഒരു കാര്യം. നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ബോഡി ഈസ് മെന്റ് ടു മൂവ്. അത് എപ്പോഴും മൂവ് ചെയ്യേണ്ട ഒരു മെഷീനാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ അവർക്ക് ആവശ്യമുള്ള ചെറിയ ആക്ടിവിറ്റീസ്, അതാണ് സ്വാഗിൽ നടക്കുന്നത്. ചെറിയ കുട്ടികൾ ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്പോർട്സിൽ വളരെയധികം ഇൻവോൾവ് ആയിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഡാൻസിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാലത്തും എനിക്കിഷ്ടമുള്ളൊരു കാര്യത്തിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അതുപോലെ പലതരം കുട്ടികളും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് ഒരു ആക്ടിവിറ്റി ഏതെങ്കിലും ഒരു രീതിയിൽ, ഇപ്പോൾ ഒരു സ്പോർട്സ് ആണെങ്കിൽ, ഒരു ഗെയിംസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡാൻസ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയാൽ വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഒരു 30-35 വയസ്സാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ വിമന് ബേസിക്കലി ചേഞ്ചസ് വരുന്ന സമയത്ത് അപ്പോൾ അധികം പ്രശ്നങ്ങൾ വരില്ല. അതുകൊണ്ട് ഏതൊരു ഏജിലും നമ്മൾ മൂവ് ചെയ്യുക, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് ഞാൻ പറയുക. അതിനൊരു പ്രത്യേക ഏജ് ഇല്ല. എന്തായാലും ഈ പുതുവർഷത്തിൽ ഇങ്ങനെ ടിപ്സ് ഞങ്ങൾ പ്രേക്ഷകർക്കായി തരുന്നു എന്നാണ് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത്. ന്യൂസ് 18 കണ്ടുകൊണ്ടിരിക്കുന്ന, പൂർണിമയെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ടിപ്സ് എന്താണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിയണമല്ലോ. അപ്പോൾ ഇരുന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഈ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പൂർണിമ പറഞ്ഞു. നമ്മൾ ജോലിക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള ജോലികളൊക്കെ ഇരുന്ന് ചെയ്യുന്ന, മണിക്കൂറുകളോളം ഒരേ ഇരുന്ന് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ട്രെയിനേഴ്സൊക്കെ പറയുന്നേക്കാം നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കൃത്യമായ ഒരിടത്ത് നിന്നുകൊണ്ട് തന്നെ വ്യായാമം ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ ചെയ്യാം.
കിടക്കുമ്പോൾ ചെയ്യാം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജോലി ചെയ്യുന്നിടത്ത് ഇത്തരത്തിൽ മാറി നിന്ന് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ ചെയറിൽ തന്നെ ഇരുന്നുകൊണ്ട് ഈ നടുവേദനയ്ക്കോ കഴുത്ത് വേദനയ്ക്കോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ടിപ്സ് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാമോ? എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റോ കൃത്യമായി ഒരു 2-3 തവണ ചെയ്താൽ നമുക്കൊരു ആശ്വാസം കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിൻ്റെ ഒരാവശ്യമില്ല. നമ്മൾ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം നമ്മുടെ ഡെസ്കിൽ നിന്ന് ഒരു 20 മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഡെസ്കിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അവിടെ നിന്നുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇനി എന്തിനാണ് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ചെയ്യുന്നത്, ഇപ്പം എനിക്കൊരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാനത് അധികം ആൾക്കാരിൽ അത് എൻകറേജ് ചെയ്യാത്തൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ സീറ്റിൽ ഒരുപാട് പേര് കോർപ്പറേറ്റ് കമ്പനീസിൽ പോയി പറയും നിങ്ങൾ സീറ്റിൽ തന്നെ നിന്നിരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കൗട്ട് ഉണ്ട്, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷെ അതൊരു നല്ല രീതിയല്ല. നിങ്ങൾ അതിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങളൊരു കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വെക്കണം. ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു ഫോമാറ്റിൽ കൊണ്ടുപോയാൽ മാത്രമാണ് നിങ്ങളുടെ ബോഡിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എഴുന്നേറ്റിട്ട് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം നടക്കുക, വെള്ളം കുടിക്കാൻ പോവുക, അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്താലാണ് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് വരിക. ഇരുന്ന് സ്ട്രെച്ച് ചെയ്യുന്നതിൽ ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് എ വെരി വയബിൾ ഫോമാറ്റ് ഓഫ് വർക്കിംഗ് ഔട്ട്. ശരി, പൂർണ്ണിമ എന്തായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നടക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായി. മറ്റൊന്ന്, ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തന്നെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എവിടെയാണെങ്കിലും എന്താണെങ്കിലും, ഞാനിപ്പോൾ ഓൺ സ്ക്രീൻ ആണ് എന്നൊന്നും വിചാരിച്ചില്ല, അപ്പോഴേ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്? ഈ വെള്ളം കുടിക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറയാമോ? ഞാൻ കഴിവതും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും. അതൊന്ന്. പുറത്തുനിന്ന് കഴിക്കുന്നതാണെങ്കിലും എനിക്ക് എന്താണ് എൻ്റെ ബോഡിക്ക് ആവശ്യമുള്ള, നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ എന്താണ് എന്നുള്ളത് എനിക്ക് ഒരു ബോധമുണ്ട്. അപ്പോൾ അതനുസരിച്ചായിരിക്കും ഞാൻ പുറത്തുനിന്ന് കഴിക്കുന്നതാണെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കുക. ഒരുപാട് ജങ്കായിട്ട് അല്ലെങ്കിൽ ഈ ജങ്ക് ഐറ്റംസ് ആയിട്ടുള്ള ഒരു ഫുഡ് ആയിരിക്കില്ല ഞാൻ പ്രിഫർ ചെയ്യുക. ബിക്കോസ് അത് കാരണം എനിക്ക് ഒരുപാട് ചേഞ്ചസ് എൻ്റെ ബോഡിയിൽ വരും. അത് ത്രൂ ഔട്ട് ദ ഡേ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. സോ അതുകൊണ്ട് അത് വളരെയധികം കെയർഫുള്ളായിട്ട് നോക്കിയായിരിക്കും കഴിക്കുക. എന്ന് വെച്ച് ഞാൻ ഒട്ടും കഴിക്കില്ല എന്നുള്ളതല്ല, പക്ഷേ എനിക്കതിൻ്റെ ഒരു ലിമിറ്റ് മനസ്സിലായത് കൊണ്ട് ഞാൻ അതനുസരിച്ചായിരിക്കും കഴിക്കുക. വെള്ളം ഞാനൊരു 2 തൊട്ട് 3 ലിറ്റർ വരെ ഒരാൾക്ക് ആക്ച്വലി വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും തന്നെ കുടിക്കുക തന്നെ വേണം. അത് ഇടയ്ക്കൊരു ബോട്ടിൽ വെക്കുന്നതായിരിക്കും വളരെയധികം ഹെൽപ്ഫുൾ. അപ്പോൾ എവിടെ പോയാലും എന്നോട് ഒരുപാട് പേര് പറയും ദാറ്റ് ഈ ബോട്ടിൽ ഇല്ലാണ്ട് പൂർണ്ണിമ വരില്ലേ. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ കാരണം ഞാൻ എൻ്റെ ബോഡിയിൽ എനിക്ക് ആവശ്യം വെള്ളം ഉണ്ടെന്ന് എനിക്കറിയാം. ആസ് ഇൻ 2 to 3 ലിറ്റേഴ്സ് ആവശ്യം ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് തന്നെ ആവശ്യമുണ്ട്. 2 to 3 ലിറ്റേഴ്സ് എങ്കിലും മിനിമം നമ്മുടെ ബോഡിയിൽ ഒരു ഡേയിൽ നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. നമ്മളെപ്പോഴും ഇതുപോലുള്ള ട്രെയിനേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് എപ്പോഴും ഉപദേശം കിട്ടുമ്പോൾ നമ്മൾ സ്വീകരിക്കും. അല്ലാതെ വെറുതെ ഒരാൾ വന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് അത് കാര്യമായിട്ട് എടുക്കാറില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, പുതുവർഷമായിട്ട് ഇങ്ങനെ ജിമ്മിലൊക്കെ പോകണം അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാടുണ്ടാകും. എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ സമയവും മടിയും ഒക്കെ വില്ലനായി നിൽക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ സോഫയിൽ നിന്ന് അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക. നിങ്ങളുടെ വളരെ അടുത്തുള്ള ഒരു ഫിറ്റ്നസ് സെൻറ്ററിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാ ദിവസവും പോയി ആ ട്രെയിനറിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് പറ്റുന്ന ഒരു വർക്കൗട്ട് ചെയ്യുക. അതും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നമുക്കത് സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി എഴുന്നേറ്റ് ഒരു വാക്കിന് പോവുക. അല്ലെങ്കിൽ ഓൺലൈനിൽ പറ്റുന്നതാണെങ്കിൽ, പുറത്തു പോകാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഓൺലൈനിൽ സൈനപ്പ് ചെയ്യാം. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, ഒരു ദിവസം പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനൊരു സമയം മാറ്റി വെക്കുന്നതിൽ വളരെയധികം ബെനിഫിറ്റ് ഉണ്ട് ഓൺ എ ലോങ് റൺ. നിങ്ങളത് ഏത് പ്രായക്കാരായാലും, നിങ്ങളൊരു 20 വയസ്സായാലും 25 ആയാലും 50 ആയാലും 65 ആയാലും ഇതിലൊരു വളരെയധികം ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. നമ്മുടെ ഒരുപാട് അസുഖങ്ങൾ വരുന്നതിൽ നിന്നും നമ്മൾക്ക് നിർത്താം. അതിൻ്റെ കൂടെ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനുള്ളൊരു പോസിബിലിറ്റിയും വർക്കൗട്ടിലൂടെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ബോഡി എങ്ങനെയായിരുന്നു കുഞ്ഞുനാളിൽ നിങ്ങൾ ഒരു രീതിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബോഡി ആണെങ്കിൽ ആ രീതിയിലേക്ക്
കൊണ്ടുവരാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഫ്രം ദ വർക്കൗട്ട്സ്. വെരി സിമ്പിളായ വർക്കൗട്ടാണ്, ഒന്നും കോംപ്ലിക്കേറ്റഡ് അല്ല. എല്ലാ ട്രെയിനേഴ്സും വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, ഇത് ചെയ്താൽ എന്താണ് നിങ്ങളുടെ ബോഡിക്ക് ലഭിക്കുക എന്നുള്ളത്. ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് വന്ന് ചെയ്തിട്ട് പിന്നെ അവർ വീട്ടിൽ പോയി തനിയെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്ക് ചിലപ്പോൾ വരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മണി കൺസ്ട്രെയിൻസ് ആയിരിക്കാം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ ആസ് ഫാർ എസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാ ദിവസവും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ, അതുതന്നെയാണ് ഒരു സക്സസ് ഓഫ് എവറി ഫിറ്റ്നസ് ട്രെയിനർ. ശരി പൂർണിമ, എന്തായാലും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഒപ്പം ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഫിറ്റ്നസ് മന്ത്രയ്ക്കുള്ള. അതിന് ഇനിയും അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ പൂർണിമയെ പ്രതീക്ഷിക്കുന്നു. നമുക്കിങ്ങനെ ഇരുന്നല്ലാതെ പ്രേക്ഷകർക്കായി കുറേ കാര്യങ്ങളൊക്കെ ഒന്ന്, വർക്കൗട്ടുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ. ഇടവേള. ചേട്ടാ തിളങ്ങി. 2010 പുതുവർഷത്തിൽ ജപ്പാനിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രതയുള്ള ചലനമാണ് അനുഭവപ്പെട്ടത്. ഇതേ തുടർന്ന് 37,000-ഓളം പേരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു. ജപ്പാന് പുറമെ റഷ്യയിലും സുനാമി മുന്നറിയിപ്പ് നൽകി. ഭൂചലനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. റോഡുകൾ വിണ്ടുമാറി. 駅ぶっ壊れるじゃん。駅落ちるって。ただいま強い地震が発生したためおります。ただいま強い地震が発生しております。落ち着いて行動してください。放送に。വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വിനി എസ് ചേരുന്നു. അശ്വിനി, എത്രത്തോളം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ജപ്പാനിലുള്ളത്? സുനാമി മുന്നറിയിപ്പുമുണ്ടല്ലോ. അശ്വതി, വളരെയധികം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ജപ്പാനിലുള്ളതെന്ന് പറയേണ്ടി വരും. കാരണം വലിയ ശക്തമായ ഭൂചലനമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. 7.6 തീവ്രത ഉള്ള ഒരു ചലനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ജപ്പാന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഭൂചലനം അവർക്ക് ഒരു പുതിയ കഥയല്ല. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഭൂചലനങ്ങളിൽ പലപ്പോഴും സുനാമി അടക്കമുള്ള വൻ ആഘാതങ്ങൾ അതിനുശേഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് 2011 ഒരു അനുഭവം നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇത്രയും തീവ്രതയുള്ള ഒരു ഭൂചലനത്തെ കാണുന്നത്. ഏകദേശം ഉച്ചയോടുകൂടി, പ്രാദേശിക സമയം ഉച്ചയോടുകൂടിയാണ് അവിടെ ഇഷിക്കാവയുടെ സമീപമുള്ള നോട്ടോയിൽ ഇത്തരത്തിലൊരു ഭൂചലനം അനുഭവപ്പെടുന്നത്. 7.6 തീവ്രതയായിരുന്നു അനുഭവപ്പെട്ടത്. ഇതേ തുടർന്ന് ഏകദേശം 4 റിക്ടർ സ്കെയിലിന് 4-ന് മുകളിൽ തീവ്രതയുള്ള 20ഓളം ചലനങ്ങൾ, തുടർ ചലനങ്ങളാണ് പ്രദേശത്ത്, അതായത് ഇഷിക്കാവ, നിഗാത്ത, ടൊയാമ, യമാഗത്ത, ഫുക്കുയി, ഹ്യോഗോ അടക്കമുള്ള പ്രവിശ്യകളിൽ അനുഭവപ്പെട്ടത്. ഇതേ തുടർന്ന് ഇഷിക്കാവ, നിഗാത്ത അടക്കമുള്ള തീരപ്രദേശങ്ങളിലെല്ലാം സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറുകളിലെല്ലാം പരിശോധന നടത്തി. ന്യൂക്ലിയർ റിയാക്ടറുകൾ മിക്കവയെല്ലാം സുരക്ഷിതമാണെങ്കിൽ പോലും ചിലതിൽ ഏകദേശം ചില റിയാക്ടറുകളിൽ എണ്ണച്ചോർച്ച അടക്കം അനുഭവപ്പെട്ടതായി, അല്ലെങ്കിൽ എണ്ണച്ചോർച്ച അടക്കം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജപ്പാന്റെ ഒരു പ്രാദേശിക ചാനലിന്റെ ദൃശ്യം ഇപ്പോൾ നമുക്ക് കാണിക്കുന്നുണ്ട്, ഓണറിൽ കാണിക്കുന്നുണ്ട്. ആ ദൃശ്യം ഭൂചലനത്തെ തുടർന്നുണ്ടായ തീപിടുത്തമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളല്ലേ, വിശദമായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. റോഡുകളൊക്കെ വിണ്ടുകീറിയ ഒരു അവസ്ഥയിലാണ്. ഏകദേശം 35,000-ഓളം വീടുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, നഷ്ടമായിട്ടുണ്ട്. ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ജപ്പാന് പുറമെ റഷ്യയിലും അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയിലും എല്ലാം സുനാമി മുന്നറിയിപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വ്ളാഡിവോസ്റ്റോക്ക് അടക്കമുള്ള മേഖലകളിലാണ് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അശ്വതി, ഇതിന് പിന്നാലെ നിരവധി തുടർ പ്രകമ്പനങ്ങളും അനുഭവപ്പെട്ടു എന്നറിയുന്നു. ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാന്റെ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആണവ നിലയങ്ങളിൽ പരിശോധനയും നടത്തി. ഇതുവരെ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അശ്വിനി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ആദ്യമായല്ല ജപ്പാനിൽ ഭൂചലനം ഉണ്ടാകുന്നത്. പലപ്പോഴും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ജപ്പാനിലുണ്ടോ? അശ്വതി, മുന്നറിയിപ്പ് ഭൂചലനത്തെ തുടർന്ന് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടോക്കിയോ, ഒക്കാവ അടക്കമുള്ള നഗരങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണം എന്നടക്കമുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ദേശീയപാതകളടക്കം, അത് ഫ്ലൈ ഓവറുകളടക്കമുള്ളതിൽ കൂടുതലുള്ള യാത്രകൾ നിരോധിച്ചതായിട്ടുള്ള രീതിയിൽ മുന്നറിയിപ്പുകളും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ അവർക്ക് അവിടെ അതിൻ്റെ ട്രാഫിക് സിഗ്നലുകൾക്ക് മുകളിൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെല്ലാം വരുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് ആളുകളോട് ഓഫീസിന്
ഓഫീസുകളും അല്ലെങ്കിൽ കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ അടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നൽകുന്ന സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഭൂചലനം ഉണ്ടായാൽ തന്നെ അതിനെ നേരിടുന്ന തരത്തിലുള്ള വേണ്ട മുൻകരുതലുകൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് അതിൻ്റെ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങൾ വളരെ അധികം അഡ്വാൻസ്ഡ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മിക്ക കെട്ടിടങ്ങളിലും ഇതിന് നേരിടാനുള്ള സംവിധാനങ്ങൾ അതുപോലെ തന്നെ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ സുരക്ഷാ കേന്ദ്രം അല്ലെങ്കിൽ അധികൃതരിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിക്കുന്നതനുസരിച്ച് ആൾക്കാർക്ക് അതിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നൽകാൻ അധികാരികൾ പ്രത്യേക കേന്ദ്രങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ആൾക്കാരെയൊക്കെ കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് മാറ്റുന്നുണ്ട്. നിരവധി പേർക്ക് ഇതിനോടകം കെട്ടിടങ്ങൾ തകർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ള വിവരങ്ങളും നമുക്ക് പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതേക്കുറിച്ചൊരു കൃത്യമായ കണക്ക് ഇനിയും പുറത്തു വന്നിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. അശ്വതി, ശരി. എന്തായാലും ജപ്പാനിൽ വൻ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. റിക്ടർ സ്കെയിൽ 7.6 തീവ്രതയുള്ള ചലനമാണ് ജപ്പാനിലുണ്ടായത്. സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുവരെ ജീവഹാനിയോ നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അശ്വിനിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എറണാകുളത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഉൾപ്പെടെ 2 വിദ്യാർത്ഥികളെ SI ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. മരട് SI സെബാസ്റ്റിനെതിരെയാണ് ആരോപണം. കഞ്ചാവ് ഉണ്ടോ എന്ന് ചോദിച്ചാണ് 16ഉം 22ഉം വയസ്സുള്ള സഹോദരങ്ങളെ മർദ്ദിച്ചത്. മർദ്ദിച്ച് അവശരാക്കിയ ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞെന്നും കുടുംബം. സംഭവത്തിൽ DGPക്കും കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. 22ഉം 16ഉം വയസ്സുള്ള സഹോദരങ്ങൾ തന്റെ അമ്മ വീട്ടിൽ നിന്നും ഉദയംപേരൂരുള്ള തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇളയ സഹോദരൻ ഫോൺ എടുക്കാൻ മറന്നു എന്ന വിവരം അറിയുന്നത്. ഉടൻ തന്നെ ഇവർ തിരിച്ച് അമ്മ വീട്ടിലേക്ക് പോകാനായി വണ്ടി നിർത്തിയപ്പോഴായിരുന്നു പോലീസ് വാഹനം ആ വഴി വരികയും ഇവരോട് എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തത്. ഉടൻ തന്നെ ഇവർ കാര്യം പറഞ്ഞു, അമ്മ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ചെവിക്കൊള്ളാൻ പോലീസ് തയ്യാറായില്ല. ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് മദ്യപിക്കാനുള്ള പരിശോധനയും നടത്തി. മദ്യപിച്ചിട്ടില്ല എന്നറിഞ്ഞ പാടെ തന്നെ മൂത്ത സഹോദരന്റെ പോക്കറ്റിൽ കൈയിട്ട് കഞ്ചാവ് ഉണ്ടോടാ എന്ന് ചോദിച്ചായിരുന്നു പോലീസ് മൂത്ത സഹോദരന്റെ അടുത്തേക്ക് വന്നത്. ആ സമയം ഇളയ സഹോദരൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ച ശേഷം ആ സമയം ഇത് കേട്ടുകൊണ്ട് ജീപ്പിലുണ്ടായിരുന്ന SI ജീപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ ഇളയ സഹോദരന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. ഈ അടിയിൽ തറയിൽ വീണ ഈ കുട്ടീനെ മൂത്ത സഹോദരൻ എടുക്കാൻ ചെന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന്, ഈ പോലീസുകാരും SIയും ചേർന്ന് ഈ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചു. പിന്നെ അമ്മ വീട്ടിൽ പോയിട്ട് തന്നെയാണ് ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴാണ്. വീട്ടിൽ പോകുമ്പോഴേക്കും ഫോൺ അവിടെ വെച്ച് മറന്നു എന്ന് പറഞ്ഞ്, അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചേട്ടനാ ബാക്കിയുള്ള പോലീസുകാർ പിടിച്ച് വെച്ച് എന്താണ്ടൊക്കെ പറയണ കേട്ടോ. അപ്പോൾ ഈ പുള്ളി SI ഇറങ്ങി ചേട്ടൻ്റെ അടുത്തേക്ക് പോയി ചെന്ന് എന്താണ്ടൊക്കെ പറഞ്ഞ് ഞാൻ നോക്കും പിടിച്ചൊരടി കൊടുത്ത്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒപ്പമുള്ളവർ എന്നെയും പിടിച്ച് കയറി. ഞാൻ അവരോട് പറഞ്ഞ് സാറേ വീട്ടിൽ വിളിച്ച് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്നുള്ള കാര്യം പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഫോൺ ചേട്ടൻ്റെ തട്ടിപ്പറിച്ച് മേടിച്ച് തന്നിട്ട് ചേട്ടനെ കൊണ്ട് GP പോയി GP കയറുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഓടി SIയുടെ അടുത്ത് ജീപ്പിൻ്റെ അങ്ങോട്ട് വന്നപ്പോഴേക്കും പുള്ളിനെ ചെന്ന് ഒന്നും കൂടി പിടിച്ച് സാറ് എന്താണെന്ന് ചോദിച്ച് പറഞ്ഞ് എന്നെ ഉന്തിയിട്ട് ഒരടി വന്ന്. എൻ്റെ ഹെൽമെറ്റും ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് കയ്യിൽ നിന്ന് തെറിച്ച് പോയി. അടി കിട്ടി. എന്നിട്ട് എൻ്റെ ഷർട്ടിൽ കയറി പിടിച്ച് വലിച്ച് മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കൂലെന്ന് പറഞ്ഞ് തെറി പറഞ്ഞിട്ട് GP കയറ്റിയിട്ട് ഒരു 2-3 ഇടിയും തന്ന് ചവിട്ടും കാലിയിട്ട് വെച്ച് തന്ന്. എന്നിട്ട് തെറി പറഞ്ഞ് ജീപ്പ് അടച്ചു. എന്നിട്ട് ജീപ്പ് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തെറി പറഞ്ഞ് ഞാൻ മരട് SI ആടാ നിന്നെ കൊല്ലോടാ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ മരട് SI ആടാ നിന്നെ കൊല്ലോടാ എന്ന് പറഞ്ഞു എന്നോട്. കുട്ടികളുടെ അച്ഛനെ ഈ വിവരം അറിയിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ. ആ സമയത്ത് ഉദയംപേരൂരിലുണ്ടായിരുന്ന കുട്ടികളുടെ അച്ഛൻ മരട് പോലീസ് സ്റ്റേഷനിലെത്തി കാര്യം അന്വേഷിച്ചപ്പോൾ കുട്ടികൾ പോലീസിനോട് അപമര്യാദയായി പെരുമാറിയെന്ന മറുപടിയാണ് SIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം തന്നെ SI വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു തങ്ങളോട് കാണിച്ചത്. ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് കുട്ടികളുടെ അച്ഛൻ, കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും പോലീസ് ചെവിക്കൊണ്ടില്ല. മക്കളെ ഇങ്ങനെയാണോ വളർത്തുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു മോശം ചോദ്യവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ അച്ഛന് നേരിടേണ്ടി വന്നു. അതിനുശേഷം കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോയി വിദഗ്ധ പരിശോധനയിലാണ് കുട്ടികളുടെ ശരീരത്തിൽ ചതവുകൾ ഉണ്ടെന്ന് മനസ്സിലായത്. വിവരം അറിഞ്ഞ അവിടെ ചെല്ലുമ്പോൾ ഇല്ലായിരുന്നു, അദ്ദേഹം വെളിയിലായിരുന്നു പറഞ്ഞു. അപ്പം അവിടെ ഒരു പോലീസ് ദിനേശൻ എന്ന് പറഞ്ഞൊരു പോലീസ് ഉണ്ടായിരുന്നു. ആ പോലീസ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംഭവിച്ചു, എന്തായാലും പിള്ളേർ ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇപ്പം തന്നെ വിട്ടേര് SI വന്നോട്ടെന്ന് പറഞ്ഞു.
വന്നോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അദ്ദേഹം വന്നു കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ തന്നെ പുള്ളി നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയുള്ള പിള്ളേരെയൊക്കെ കൊണ്ടു നടക്കണം അതാണെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പിള്ളേർക്ക് എന്തൊരു ദോഷം ഉള്ള പോലെയാണ് പറയണത്. അത് എസ്ഐയുടെ ഭാഗത്ത് വളരെ മോശമായിട്ട് തന്നെ രക്ഷാകർത്താവെന്നുള്ളതൊക്കെ എന്നോട് പുള്ളിയുടെ പ്രതികരണം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകും, ഒപ്പം തന്നെ കമ്മീഷണർക്കും പരാതി നൽകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. മരട് പോലീസ് സ്റ്റേഷനിൽ ഇനി തങ്ങൾ പോകില്ല, കാരണം അവിടെ നിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കില്ല, അല്ലെങ്കിൽ ഇനിയും തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്നും കുട്ടികൾ ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി 2 ദിവസത്തെ നവകേരള സദസ്സിന്റെ പര്യടനത്തിനായി ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇത് CPM നേതൃത്വത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുന്നിലേക്ക് പണ്ട് ചില പ്രമാണിമാർ കള്ളു കുടിപ്പിച്ചിട്ട് ആളെ പറഞ്ഞു വിടും ചീത്ത വിളിക്കാൻ വേണ്ടി. അതുപോലെ ചില മന്ത്രിമാരെയും ചില CPM നേതാക്കന്മാരെയും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇനി പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ അവർ പോയെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എത്ര ഭംഗിയായിട്ട് പ്രകടിപ്പിക്കാം, അതാണ് ശരി. അവരെല്ലാം വളരെ പ്രധാനപ്പെട്ട ആളുകൾ, മതമേലധ്യക്ഷന്മാരായിട്ടുള്ള ആളുകളാണ്. ന്യായമായി നമുക്ക് അഭിപ്രായ വ്യത്യാസം വരാം അവരുമായിട്ട്, പക്ഷെ എത്ര ഭംഗിയായിട്ടത് പറയാം. അതിന് പകരം എത്രയോ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തോട് തന്നെ ആളുകൾക്ക് വെറുപ്പും പുച്ഛവും തോന്നും. രാഷ്ട്രീയ പ്രവർത്തകരോടും നേതാക്കന്മാരോടും ആളുകൾക്ക് പുച്ഛം തോന്നുന്ന തരത്തിലാണ് ഇവർ ചെയ്യുന്നത്. ഇത് ജനറലായിട്ട് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന തരത്തിലാണ് ഇത്രയും പരാമർശം. BJP അത് വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുകയാണോ ഈ ഒരു നീക്കത്തിലൂടെ എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. അല്ല, അത് കേരളത്തിലെ ക്രൈസ്തവർക്കും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്കും നല്ല ബോധ്യമുണ്ട്. ഇന്ത്യ മുഴുവൻ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്കെതിരായിട്ട് ആക്രമണം നടക്കുന്ന ഒരു കാലമാണ്. 254 പള്ളികളാണ് മണിപ്പൂരിൽ ചുട്ടുകരിച്ചത്. വേറെ മതസ്ഥാപനങ്ങൾ ധാരാളം ചുട്ടുകരിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിയമം കൊണ്ടുവന്ന് പരാതിക്കാരായ ക്രൈസ്തവരെയും പുരോഹിതരെയും പാസ്റ്റർമാരെയും പ്രാർത്ഥനാ കൂട്ടായ്മകളെയും ക്രിസ്മസ് പ്രാർത്ഥനകളെയൊക്കെ തടസ്സപ്പെടുത്തുകയും ജയിലിലാക്കുകയും ചെയ്യാണ് സംഘപരിവാർ. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. മധ്യപ്രദേശിൽ പുതിയതുമായിട്ട് വന്ന BJP ഗവൺമെൻറ് സാന്റാക്ലോസ് ആയിട്ട് പാടില്ല, ക്രിസ്മസ് ആഘോഷങ്ങൾ സ്കൂളുകളിൽ പാടില്ല തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ അവർ പറയണത്. അപ്പോൾ ഇവിടെ ആട്ടിൻ തോലിട്ട ചെന്നായിയായിട്ട് ഇവർ വീടുകളിൽ കയറി ഇതാണ് BJP എന്ന് പറയുന്നത്. തെറ്റാണ്. ഈ രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെ മനഃപൂർവ്വമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന, അവർ മുഴുവൻ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്നുള്ള പ്രചരണം നടത്തി അവർക്കെതിരായിട്ട് ആക്രമണങ്ങളും പ്രാർത്ഥന തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളാണ് BJPക്കാരെന്ന് കേരളത്തിലെ ക്രൈസ്തവർ തിരിച്ചറിയും. പിന്നെന്താ? മറ്റൊരു കാര്യം, VM സുധീരൻ പറഞ്ഞിരുന്നു മുൻപ് 2 ഗ്രൂപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ 5 ഗ്രൂപ്പായി. VD സതീശനെങ്കിലും അതിനെ എതിർക്കുമെന്ന് കരുതി, പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നുള്ളത്, അതിനോട് എന്താണ്? ഞാൻ പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശവും ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ എൻ്റെ ഒരു പരാമർശവും പ്രതീക്ഷിക്കേണ്ട. എല്ലാം അങ്ങനെ എന്തെങ്കിലും പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിക്കകത്താണ് സംസാരിക്കേണ്ടത്. പുറത്ത് അത് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് അത് വേദനിക്കും. ഞാനും കൂടി കയറി അത് പറഞ്ഞു. ഞാൻ പാർട്ടി പ്രവർത്തകർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു പരാമർശവും ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. അവർക്കത് പറയാനുള്ള അവകാശം അവരുടെ ഉണ്ട്. ജാതി സെൻസസ് വേണമെന്ന് പറയുന്നവർക്ക് അതിൻ്റെതായ ന്യായങ്ങൾ. VD സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സജി ചെറിയാന്റെ വിവാദ പരാമർശത്തോട് അദ്ദേഹം പ്രതികരിച്ചു. സഭാ നേതാക്കളെ വളരെ മോശമായാണ് അദ്ദേഹം പറഞ്ഞത്. ആ പരാമർശം അത് എല്ലാ പൊതുപ്രവർത്തകരെയും ബാധിക്കുമെന്ന് പറഞ്ഞു. ഒപ്പം VM സുധീരന്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പാർട്ടി പ്രവർത്തകർക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നും VD സതീശൻ പറഞ്ഞു. ഇടവേള. മോദിയെ സ്വീകരിക്കാൻ തൃശൂർ.
പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൽ നിർണായക രാഷ്ട്രീയ പ്രഖ്യാപനമുണ്ടാകുമോ? തൃശൂരിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്ന നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ബിജെപിയുടെ കൂടുതൽ കേന്ദ്ര നേതാക്കൾ ഇത്തവണ കേരളത്തിൽ നിന്നും മത്സരിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിർണായകമാണ്. ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ബിജെപിയുടെ ശ്രമങ്ങളുടെ തുടർച്ചയും മോഡിയുടെ കേരള സന്ദർശനത്തിലുണ്ടാകും. മറ്റന്നാൾ വൈകിട്ട് തൃശൂരിൽ നടക്കുന്ന വനിതാ സംഗമത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. തൃശൂർ സീറ്റ് ആരുടെയും കുത്തകയല്ലെന്നും ഇത്തവണ സീറ്റ് പിടിക്കുമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ പറഞ്ഞു. ബിജെപി എന്ത് കോലാഹലം കാണിച്ചാലും ജയിക്കാനാകില്ലെന്ന് മന്ത്രി കെ രാജൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ തൃശൂർ ഒരുങ്ങുകയാണ്. മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷമാണ് നരേന്ദ്രമോദി ഇവിടെ എത്തുക. സ്ത്രീ ശക്തി മഹിളാ സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. 2 ലക്ഷത്തിലേറെ വനിതകളെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനാണ് ബിജെപിയുടെ ശ്രമം. അത് ഇതുവരെ കേരളത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മഹാശക്തി പ്രകടനമായിട്ട് ഈ ഒരു പരിപാടിയെ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ബിജെപി നേതൃത്വം ഉള്ളത്. നേരത്തെ നിശ്ചയിച്ചതിലും 1 മണിക്കൂർ നേരത്തെയാകും പ്രധാനമന്ത്രി ഇവിടെ എത്തുക എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിയോടെ തൃശ്ശൂരിലെത്തും. നെടുമ്പാശ്ശേരിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം കുട്ടനെല്ലൂർ വന്നിറങ്ങും. അതിനുശേഷം സ്വരാജ് റൗണ്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കും. റോഡ് ഷോ ഏതാണ്ട് 3/4 കിലോമീറ്റർ ദൂരം അദ്ദേഹം റൗണ്ടിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. അതിനുശേഷമാണ് സമ്മേളന വേദിയിലേക്ക് അദ്ദേഹം എത്തുക. ഈ സമ്മേളന സദസ്സിൽ വനിതകൾക്കായിരിക്കും പ്രാധാന്യമുണ്ടാവുക. പാർട്ടി പ്രവർത്തകർ റോഡ് ഷോയിലായിരിക്കും പങ്കെടുക്കുക എന്നാണ് ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഇത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആദ്യ പ്രഖ്യാപന സമ്മേളനമായിട്ട് വേണം ഇതിനെ കാണുവാൻ. തൃശൂർ സീറ്റ് ആരുടെയും കുത്തകയില്ലെന്നും ബിജെപി ഇത്തവണ അത് പിടിച്ചെടുക്കുമെന്നുമാണ് ജില്ലാ നേതൃത്വം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ആരുടെയും കുത്തകയൊന്നുമല്ല. തൃശ്ശൂർ മണ്ഡലം മാറി മാറി മുന്നണികൾ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. ഫ്ലോട്ടിംഗ് വോട്ട് ധാരാളമുള്ള മണ്ഡലമാണ്. നിഷ്പക്ഷ വോട്ടർമാർ 50% ഉള്ള മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. ഇത്രയും കാലം ബി ജെ പി എന്തുകൊണ്ട് ജയിച്ചില്ല എന്ന് ചോദിച്ചാൽ ഇത്രയും കാലം ബി ജെ പിക്ക് ഒരു ജയസാധ്യതയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ജയസാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് പൊതുവെ എല്ലാ മണ്ഡലങ്ങളിലും അത് ജനങ്ങൾ ഒരു വൈമുഖ്യം കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് തൃശ്ശൂര് ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലമാണ് എന്ന് തൃശ്ശൂരിലെ വോട്ടർമാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ജയസാധ്യതയിലേക്ക് ബി ജെ പി എത്തിയതോടുകൂടി ഇത്രയും കാലം ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരുന്ന നിരവധി ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യും. ഇത്രയും കാലം അവർക്ക് ജയിക്കില്ല എന്നുള്ളത് കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷേ ഞങ്ങളോട് അനുഭാവം പുലർത്തുന്നവരാണ്, ബി ജെ പി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യും. ഇത് ഞങ്ങൾ വെറുതെ ഒരു ആഗ്രഹം പറയുന്നതല്ല. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായി ക്രമാനുഗതമായിട്ട് ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചിട്ടുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. കേന്ദ്ര നേതാക്കളെല്ലാം തന്നെ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും വലിയ പ്രഖ്യാപനങ്ങൾ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലാണ്, സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് തൃശ്ശൂരിൽ ഒരുപക്ഷെ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഖ്യാപനം നരേന്ദ്രമോദി ഈ ഒരു സമ്മേളനം നടത്തിയേക്കുമെന്ന സൂചനകളും വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊന്നും വോട്ട് നേടാനാകില്ല എന്ന പ്രതികരണമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. മന്ത്രി കെ രാജൻ അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ പറഞ്ഞത് ഇപ്രകാരമാണ്. ഗവർണർ മിഠായി തെരുവിൽ പോയപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം ലഭിച്ചു. അതുപോലെ തന്നെ ഒരുപക്ഷെ നരേന്ദ്രമോദി വരുമ്പോൾ വലിയ സ്വീകരണം കൊടുത്തേക്കാം, വലിയ ആഘോഷമാക്കിയേക്കാം. പക്ഷേ അതൊന്നും വോട്ടായി മാറില്ല. ആള് കൂടുന്നത് കണ്ട് വോട്ട് കൂടുമെന്ന് കരുതണ്ട എന്ന പ്രതികരണമാണ് മന്ത്രി കെ രാജൻ നടത്തിയത്. ബി ജെ പി പ്രതീക്ഷിക്കട്ടെ, പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പിലെ ഏതെങ്കിലും വിധത്തിൽ വോട്ടായി ഈ കോലാഹലങ്ങളൊന്നും മാറില്ല. തീർച്ചയായിട്ടും തൃശ്ശൂരിനൊരു രാഷ്ട്രീയമുണ്ട്, കേരളത്തിനൊരു പൊതു രാഷ്ട്രീയമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന അക്കൗണ്ട് ഞങ്ങളിത് പൂട്ടിക്കും എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് പറഞ്ഞപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രതീക്ഷകളാണ് അന്ന് ബി ജെ പി പ്രകടിപ്പിച്ചിരുന്നത്. അത് അസ്ഥാനത്തായി. അവസാനത്തെ നിയമസഭാ സീറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ നഷ്ടപ്പെട്ടു. ബി ജെ പിക്ക് കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു കാരണവശാലും ഒരു പുതിയ എൻട്രിയോ ഒരു പുതിയ അക്കൗണ്ടോ ഉണ്ടാകാനേ പോകുന്നില്ല. എന്തിനാണെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഉന്നത നേതാക്കളും തൃശ്ശൂരിലെത്തും. കേരളത്തിൽ ഇതുവരെ സംഘടിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സമ്മേളനമായി, ഒരു ശക്തി പ്രകടനമായിട്ട് ഇതിനെ മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് ബി ജെ പി നേതൃത്വമുള്ളത്. എന്നാൽ അതേസമയം തന്നെ ബി ജെ പി ഒരു മുഴം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ നീക്കത്തെ ഇടതു മുന്നണിയും വലതു മുന്നണിയും LDF UDF എങ്ങനെയായിരിക്കും നേരിടുക, എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തൃശ്ശൂരിൽ നിന്നും അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. അയോധ്യ ഒരുങ്ങുന്നു.
അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ നാളുകൾ അടുക്കുമ്പോൾ വഡോദരയിലെ ഒരു ഭക്തനും ഏറെ സന്തോഷത്തിലാണ്. രാമക്ഷേത്രത്തിൽ എത്തിക്കുന്നതിനായി ഗോപാലക് വിഹാഭായ് ഭർവാദ് നിർമ്മിച്ചത് ഒരു കൂറ്റൻ ചന്ദനത്തിരിയാണ്. രാമമന്ദിർ അഗർബത്തി എന്നാണ് ഇതിന് പേര് നൽകിയത്. ട്രക്കിൽ ചന്ദനത്തിരി അയോധ്യയിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. 8 മാസത്തോളമെടുത്താണ് 108 അടിയുള്ള കൂറ്റൻ ചന്ദനത്തിരി നിർമ്മിച്ചത്. 3.5 അടി വൃത്താകൃതിയിലാണ് വിസ്തീർണം. മഴക്കാലത്ത് ചില ദിവസങ്ങളിൽ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു. ദിവസം 3 മണിക്കൂർ വരെ സമയം ചെലവിട്ടാണ് കൂറ്റൻ ചന്ദനത്തിരി നിർമ്മിച്ചത്. ये अगरबत्ती भव्य शोभा यात्रा के साथ अयोध्या ले जाएंगे, वहाँ प्रभु श्री राम को अर्पित करके उसको प्रज्वलित करेंगे. ये कंटिन्यूस 1.5 महीना तक प्रज्वलित रहेंगे. ഗിർപശുവിന്റെ 3000 കിലോഗ്രാം ചാണകം, 91 കിലോഗ്രാം നെയ്യ്, 280 കിലോഗ്രാം ദേവദാരു മരത്തിന്റെ തടിയും കൂടാതെ മറ്റു വസ്തുക്കളും ചേർത്താണ് ഈ കൂറ്റൻ ചന്ദനത്തിരി നിർമ്മിച്ചത്. ട്രക്കിലാകും ചന്ദനത്തിരി അയോധ്യയിലെത്തിക്കുക. 4 വർഷം മുൻപ് 125 അടിയുള്ള ചന്ദനത്തിരിയും ഇദ്ദേഹം നിർമ്മിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ക്രിസ്മസ് പുതുവത്സര മദ്യവിൽപ്പനയിൽ ഇത്തവണയും റെക്കോർഡ്. ആകെ വിറ്റത് 543 കോടി രൂപയുടെ മദ്യം. ഡിസംബർ 31 മാത്രം വിറ്റത് 94.5 കോടി രൂപയുടെ മദ്യം. ഖജനാവിന് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് ബിവറേജസ് കോർപ്പറേഷൻ. ക്രിസ്മസ് പുതുവത്സര ദിവസങ്ങളിലും പതിവ് തെറ്റിയില്ല. ഡിസംബർ 22 മുതൽ 31 വരെ മലയാളികൾ കുടിച്ചത് 543.13 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷം 516.26 കോടി രൂപയുടെ വിൽപ്പനയായിരുന്നു നടന്നത്. ഡിസംബർ 31നും ഇത്തവണ റെക്കോർഡ് മദ്യവിൽപ്പനയായിരുന്നു. 94.54 കോടി രൂപയുടെ മദ്യമാണ് മലയാളികളുടെ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായത്. കഴിഞ്ഞ വർഷം ഇത് 93.33 കോടിയായിരുന്നു. ഡിസംബർ 30ന് 61.91 കോടിയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റത്. 2022 ഡിസംബർ 30ന് 55.04 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. ഡിസംബർ 31ന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം പവർ ഹൌസ് റോഡിലെ ഔട്ട്ലെറ്റിലാണ്. ഇവിടെ 1.02 കോടി രൂപയുടെ മദ്യം വിറ്റു. എറണാകുളം രവിപുരം 77 ലക്ഷം, ഇരിങ്ങാലക്കുട 76 ലക്ഷം, കൊല്ലം ആശ്രാമം 73 ലക്ഷം, പയ്യന്നൂർ 71 ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് ഔട്ട്ലെറ്റുകളിലെ വിൽപ്പന. ഡിസംബർ 24ന് 70.73 കോടി രൂപയുടെ മദ്യവിൽപ്പന സംസ്ഥാനത്തുണ്ടായി. ഡിസംബർ 22-23 ദിവസങ്ങളിൽ 84.04 കോടി രൂപയുടെ മദ്യവിൽപ്പന സംസ്ഥാനത്തുണ്ടായി. 22 മുതൽ 31 വരെയുള്ള 10 ദിവസത്തെ വിൽപ്പനയെയാണ് ക്രിസ്മസ് പുതുവത്സര വിൽപ്പനയായി കണക്കാക്കുന്നത്. ആകെ ലഭിച്ച 543.13 കോടി രൂപയുടെ 90% നികുതിയായി ഖജനാവിലെത്തും. അതായത് ആകെ ലഭിച്ച 543.13 കോടിയിൽ ഏകദേശം 490 കോടി രൂപയും ഖജനാവിലെത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. പുതുവർഷത്തിൽ സന്ദർശകർക്കായി പുത്തൻ റൈഡ് ഒരുക്കി വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്. ഡയഗൺ വാലി എന്ന പേരുള്ള റൈഡ് MLA കൂടിയായ MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. 1500ഓളം സന്ദർശകരെ ഉൾക്കൊള്ളാവുന്ന മൾട്ടി പ്ലേ സിസ്റ്റം ഉൾക്കൊള്ളിച്ച റൈഡാണ് ഡയഗൺ വാലി വാട്ടർ റൈഡ്. 25,000 ചതുരശ്ര അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഡയഗൺ വാലി റൈഡ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ വാട്ടർ റൈഡാണ്. കുടുംബങ്ങൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റെയിൻബോ ടണൽ, ഗ്രീൻ ഫൗണ്ടെയിൻ, ഡൂം സ്ലൈഡ്, ടിങ് ടിങ് ബക്കറ്റ്, റെയിൻ ഷവർ, ഫാമിലി പൂൾ, വാട്ടർ ഗൺ, സീസോ ഡക്ക് തുടങ്ങി 15ഓളം മൾട്ടി പ്ലേ സിസ്റ്റം കൂടി ഈ റൈഡിന്റെ ഭാഗമാണ്. 2.5 കോടി രൂപ ചെലവഴിച്ചാണ് റൈഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2024 പുതുവർഷ ദിനത്തിൽ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ഒരു പുതിയ റൈഡ് സന്ദർശകർക്ക് വേണ്ടിയിട്ട് ഇന്ന് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ മുൻ ചെയർമാൻ കൂടിയായിട്ടുള്ള MV ഗോവിന്ദ മാസ്റ്റർ MLA ആണ് ഡയഗൺ വാലി എന്ന പേരുള്ള ഈ റൈഡ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 15ഓളം മൾട്ടിപ്ലക്സ് സിസ്റ്റം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഏതാണ്ട് 1500-ലധികം ആളുകൾക്ക് ഒരേ സമയം ഉല്ലസിക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള ഈ വാട്ടർ റൈഡ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വിസ്മയ പാർക്ക് ചെയർമാൻ PV ഗോപിനാഥ്, ഹാൻവീവ് ചെയർമാൻ TK ഗോവിന്ദൻ, ആന്തൂർ നഗരസഭാ ചെയർമാൻ P മുകുന്ദൻ, വിസ്മയ പാർക്ക് വൈസ് ചെയർമാൻ K സന്തോഷ്, വിസ്മയ പാർക്ക് ഡയറക്ടർമാരായ M ദാമോദരൻ, T നാരായണൻ, മാനേജിംഗ് ഡയറക്ടർ E വൈശാഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കണ്ണൂർ. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം
തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5840 രൂപ, പവന് 46,720 രൂപ, വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3653 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ലേഡീസ് മാൻ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് അപ്ഡേറ്റ്സിൽ ധന്യ വിശ്വം ചേരും. നമസ്കാരം. ഈ പരിപാടി